വയനാട്ടിൽ DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിലെ വസ്തുതകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. NM വിജയന്റെ ആത്മഹത്യയ്ക്ക് വഴിവെച്ച സംഭവം എന്താണ് എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ്. അതേസമയം രാഷ്ട്രീയമായി വിവാദമായ കേസിൽ പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾക്കാണ് ഒരുങ്ങുന്നത്. ആത്മഹത്യയുടെ കാരണം കണ്ടെത്തുന്ന തെളിവുകളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന രാഷ്ട്രീയ ആരോപണങ്ങളാണ് സജീവമായി നിലനിൽക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിൽ നിന്ന് സൂചനകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് NM വിജയനും 38-കാരനായ മകൻ ജിജേഷും വീടിനുള്ളിൽ വച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കുടുംബാംഗങ്ങൾ അമ്പലത്തിൽ പോയപ്പോഴായിരുന്നു കീടനാശിനി കഴിച്ചുള്ള ആത്മഹത്യാ ശ്രമം. മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ മുൻപ് ഒരു അപകടത്തിൽപ്പെട്ട് നാളുകളായി കിടപ്പിലായിരുന്നു. ഇതും അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ച കാര്യമാണ്. സംഭവം രാഷ്ട്രീയമായ വിഷയം കൂടിയായി മാറിയിട്ടുണ്ട്. ബത്തേരി അർബൻ ബാങ്ക് നിയമന തട്ടിപ്പിലൂടെ ഉണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്ന് ആരോപിക്കുന്ന CPM. ഇതിന് പിന്നിൽ IC ബാലകൃഷ്ണൻ MLA ആണെന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. MLAയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് CPM MLA ഓഫീസിലേക്ക് ഇന്നലെ രാവിലെ മാർച്ച് നടത്തി. വിവാദത്തിന് പിന്നിൽ CPMന്റെ ഗൂഢ ഉദ്ദേശമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ബാങ്ക് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് 2 രേഖകളാണ് നിലവിൽ പ്രചരിക്കുന്നത്. ഒന്ന്, ജോലി നൽകാമെന്ന വ്യവസ്ഥയിൽ NM വിജയനും പീറ്റർ എന്നയാളുമായി ഉണ്ടാക്കിയ കരാർ എന്ന തരത്തിലുള്ള രേഖ. മറ്റൊന്ന്, വിജയൻ KPCC നേതൃത്വത്തിന് നൽകിയ പരാതി. രണ്ടിലും IC ബാലകൃഷ്ണന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. ഇത് രണ്ടും വ്യാജമാണെന്ന് കോൺഗ്രസും MLAയും പറയുന്നു. ആരോപണങ്ങൾക്കിടെ IC ബാലകൃഷ്ണൻ MLA സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് SPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് മാർച്ച് ഇന്നലെ നടത്തി. CPM ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. എന്തായാലും ഇവരുടെ മരണത്തിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് മകന്റെ രോഗത്താൽ വിജയൻ വളരെയധികം ദുഃഖിതനായിരുന്നു. ഒരു അപകടത്തിൽപ്പെട്ട് 38-കാരനായ യുവാവ് കിടപ്പിലായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തെ ഏറെക്കുറെ തളർത്തിയിരുന്നു. ഇതും ഒരു പ്രശ്നമാകാം എന്ന സൂചനയുമുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് മറ്റു കാര്യങ്ങളിലേക്കും ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. എന്തായാലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ മാർച്ച് നടത്തിയിരുന്നു. സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല.